ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ബെൽ ബേബീസ് ക്രാഫ്റ്റ് സെന്റർ. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും ബെൽ ബേബീസ് ക്രാഫ്റ്റ് സെന്ററിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായിട്ടുള്ള ലിസ് കളക്ഷൻസിനെ കുറിച്ച്. അപ്പൊ ഇന്ന് മുതൽ നമ്മുടെ ഈ ബെൽ ബേബീസ് ക്രാഫ്റ്റ് സെന്ററിന്റെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ലിസ് കളക്ഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസിന്റെയും ക്ലോത്തിങ് സ്റ്റോർ ആണത് മെയിൻ ആയിട്ട്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ ഈ ചാനൽ ത്രൂ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ കുട്ടികൾ എനിക്ക് ഒത്തിരി സപ്പോർട്ട് തന്നിട്ടുണ്ട്. നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും വരും മാസങ്ങളിലും ഈ വീഡിയോകളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. വെജിറ്റബിൾ പ്രിന്റിങ്ങിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോയും സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം ഞാൻ ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾ കുട്ടികൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളെ നമ്മുടെ ഈ മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് കാണിക്കുക. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് മേടിക്കട്ടെ. അപ്പോ ഇനി മുതൽ നമ്മുടെ ഈ ബെൽ ബേബീസ് ക്രാഫ്റ്റ് സെന്ററിന്റെ യൂട്യൂബ് ചാനലിൽ കുറച്ച് ഉടുപ്പുകളുടെയും കുറച്ച് ക്ലോത്തിങ്സിന്റെ ഒക്കെ ഒരു വീഡിയോസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയ്ക്ക് ഒരു ഇൻട്രോയും കൂടെ ഉണ്ട്. ലിസ്റ്റ് കളക്ഷൻസിന്റെ പേരിൽ ഒരു ഇൻട്രോയും കൂടെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതുവരെ നിങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ സഹായങ്ങൾക്കും എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി പറയുന്നു. ഇനിയും ഈ സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് വേണം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് എല്ലാം ഞാൻ ഇനിയും തരും. അതിനൊരു മാറ്റം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇന്ന് മുതൽ ലിസ് കളക്ഷൻസിന്റെ കുറച്ച് വീഡിയോസും കൂടി ഇതിനകത്ത് കാണാം. അപ്പോ സെക്കൻഡ് ഇൻട്രോയിലേക്ക് നമുക്ക് കടക്കാം. ഹായ് ഹലോ വെൽക്കം ടു ലിസ് കളക്ഷൻസ്, പഞ്ചായത്ത് ജംഗ്ഷൻ നിയർ ഈരാറ്റുപേട്ട തീക്കോയി. അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ലിസ് കളക്ഷൻസിലാണ്. നമ്മുടെ ഇവിടെ പല കളക്ഷൻസ് എല്ലാം വന്നിട്ടുണ്ട്. ഇനിയുള്ള വരും ദിവസങ്ങളിൽ നമ്മൾ വീഡിയോകൾ റെഗുലർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. എല്ലാ ബുധനാഴ്ചയാണ് കേട്ടോ നമ്മൾ വീഡിയോ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണണം, നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ അതിലുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാ ബുധനാഴ്ചകളിലുമാണ്, അത് നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഒരു മണിക്കൂറിനുള്ളിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരു മണിക്കൂറിനുള്ളിൽ ബുക്ക് ചെയ്യുന്നവർക്ക് ചില ഓഫറുകളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓഫറുകൾ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. ഇനി നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. ഈ മെറ്റീരിയലിൻ്റെ 4 കളർ ചേഞ്ച് അവൈലബിൾ ആണ്. ആദ്യമായിട്ടുള്ളത് ഒരു വൈൻ റെഡാണ്. ഇത് കോട്ടൺ അല്ല കേട്ടോ, ഇത് സിന്തറ്റിക് മെറ്റീരിയലാണ്, ക്രേപ്പ് മെറ്റീരിയലാണ്. ഇതിൻ്റെ വിഡ്ത്ത് 44 ഇഞ്ച് വരും. അംബ്രല്ല ഫ്രോക്ക് തയ്ക്കാനും ടോപ്പ് തയ്ക്കാനും ഒക്കെ പറ്റിയ മെറ്റീരിയലാണ്. പ്ലേറ്റഡ് ഫ്രോക്ക് തയ്ക്കാനും നന്നായിരിക്കും. സൈഡ് ഫിനിഷ്ഡ് അല്ല, അതുകൊണ്ട് സാരി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് കൊടുക്കേണ്ടി വരും. അകമ്പുറം കാണുന്ന മെറ്റീരിയൽ അല്ല, സിംഗിൾ ലെയർ ആയിട്ട് വരുമ്പോൾ ഇത്രയും കട്ടിയുണ്ട്. ലൈനിങ് ഇല്ലെങ്കിലും ഉപയോഗിക്കാവുന്ന നല്ല മെറ്റീരിയലാണ്. ഇതിൻ്റെ റേറ്റാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ഇതിൻ്റെ മീറ്റർ റേറ്റ് വെറും 55 രൂപ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മറ്റുള്ള കളറുകൾ നമുക്ക് നോക്കാം. ഇത് ഒരു മെഹന്തി ഗ്രീനാണ്, നല്ലൊരു ഗ്രീൻ കളറാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈനിങ് ഇടാതെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഫ്രോക്കിനും അംബ്രല്ല ഫ്രോക്കിനും ഒക്കെ പറ്റിയ മെറ്റീരിയലാണ്. അതിൻ്റെ അടുത്ത കളർ ചേഞ്ചാണിത്. പർപ്പിൾ കളറാണ്, നല്ല ഒരു പർപ്പിൾ കളറാണിത്. ഇത് സ്റ്റിച്ച് ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും. നല്ല കളറാണ്. അതിൻ്റെ 4ാമത്തെ കളർ ഇതാണ്, ടീൽ ബ്ലൂ ആണ്. എല്ലാം നല്ല അടിപൊളി കളറുകളാണ്. അടുത്തത് ഒരു സിന്തറ്റിക് മെറ്റീരിയലാണ്. സിന്തറ്റിക് ആണെങ്കിലും ചൂടുകാലത്ത് ഉപയോഗിക്കാൻ പറ്റിയ നല്ല മെറ്റീരിയലാണ്. ഇത് ഒഴുകി കിടക്കുന്ന മെറ്റീരിയലാണ്. അകമ്പുറം കാണുന്ന മെറ്റീരിയൽ അല്ല. ലൈനിങ് ഇല്ലാതെ വേണമെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കും. നല്ല ഒരു വയലറ്റ് കളറാണ്. പർപ്പിൾ പ്രിൻറ്റുകൾ കറക്റ്റ് കളറാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ മീറ്റർ റേറ്റ് വെറും 60 രൂപ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ബോട്ടമായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ നോക്കാം. ഇതാണ് അതിൻ്റെ ബോട്ടമായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ. രണ്ടും സെയിം മെറ്റീരിയൽ തന്നെയാണ്. വിഡ്ത്ത് 44 ഇഞ്ച് തന്നെയുണ്ട്. ഇത് ബോട്ടമായിട്ട് ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇത് ടോപ്പോ ഫ്രോക്കോ എന്ത് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. സാരി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്, പക്ഷേ സൈഡ് ഫിനിഷ്ഡ് അല്ല.
സൈഡ് ഒന്ന് കാണിച്ച്, സൈഡ് ഒന്ന് എടുത്ത് കാണിച്ച്. സൈഡ് ഫിനിഷ്ഡ് അല്ലാത്തത് കൊണ്ട് സാരിയായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അവിടെ പൈപ്പിങ്ങോ ലേസോ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. മീറ്റർ റേറ്റ് 60 രൂപ. ഇത് ഡെൽറ്റ ക്രഷിൻ്റെ മെറ്റീരിയലാണ്. പീച്ച് കളറാണ്. പീച്ച്, പർപ്പിൾ, ഗ്രീൻ എല്ലാം കൂടി വന്നിട്ടുള്ള നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റാണ്. ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 60 ഇഞ്ച് വരും. അതുകൊണ്ട് തന്നെ അംബ്രല്ല ഫ്രോക്കൊക്കെ തയ്ക്കണമെങ്കിൽ 2.5 മീറ്റർ മാത്രം മതിയാകും. ഇതിൻ്റെ മീറ്റർ റേറ്റ് വെറും 65 രൂപ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ 4 കളർ ചേഞ്ച് അവൈലബിൾ ആണ്. നമുക്ക് അടുത്ത കളറ് നോക്കാം. അടുത്ത കളറ് ഒരു പിസ്ത ഗ്രീനാണ്. പിസ്ത ഗ്രീനും പർപ്പിളും കൂടി ചേർന്ന് വരുന്ന ഒരു ഫ്ലോറൽ പ്രിൻ്റാണ്. ഇത് ഡെൽറ്റ ക്രഷിൻ്റെ മെറ്റീരിയൽ തന്നെയാണ്. മൂന്നാമത്തെ കളറ് ഇത് ബ്ലാക്കാണ്. ബ്ലാക്ക്, പർപ്പിൾ, മെഹന്തി ഗ്രീൻ എല്ലാം കൂടിയുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റാണ്. ഇതിൻ്റെ റേറ്റ് മീറ്ററിന് 65 രൂപ. ഇത് 60 ഇഞ്ച് വീതിയുള്ള മെറ്റീരിയലാണ്. അടുത്തതായിട്ട് ഒരു റോയൽ ബ്ലൂ മെറ്റീരിയലാണ്. ഇത് ചിനോൺ മെറ്റീരിയലാണ്. സാരി വിഡ്ത്താണ്. ഇതിൽ കാണുന്നതിനേക്കാൾ, വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള നല്ലൊരു ബ്ലൂ ആണ്. ഇത് സാരി ആക്കാൻ പറ്റും. 44 ഇഞ്ച് വീതിയുണ്ട്. നല്ല ഒഴുകി കിടക്കുന്ന, നല്ല ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ്. അംബ്രല്ല ഫ്രോക്കിനും പറ്റും. ഇതിന് ഒരു ബ്ലൗസ് പീസ് ഞങ്ങൾ പെയർ ചെയ്തിട്ടുണ്ട്. പ്രിൻറ്റഡ് ബ്ലൗസാണ്. ഇതാണ് ഇതിന് പറ്റിയ മെറ്റീരിയൽ, ബ്ലൗസ് പീസിന് പറ്റിയ മെറ്റീരിയൽ. ഇതിൻ്റെ ബ്ലൗസ് പീസിൻ്റെ മീറ്റർ റേറ്റ് 100 രൂപ. സെമി കോട്ടൺ ആണ്. സാരി മെറ്റീരിയലിൻ്റെ റേറ്റ് വെറും 70 രൂപ. അപ്പോൾ 5.5 മീറ്ററിൻ്റെ ഒരു സാരി എടുക്കുകയാണെങ്കിൽ 400 രൂപയിൽ താഴെ മാത്രമേ ആവുകയുള്ളൂ. നല്ല അടിപൊളി ലുക്കുള്ള ഒരു മെറ്റീരിയൽ. ഇത് നേവി ബ്ലൂ കളറിലുള്ള ഒരു മെറ്റീരിയലാണ്. കുറച്ചുകൂടി ഡാർക്ക് കളറാണ്. സാരി വിഡ്ത്ത് തന്നെയാണ്. സാരി, അംബ്രല്ല ഫ്രോക്ക് എല്ലാം തയ്ക്കാനായിട്ട് പറ്റിയ മെറ്റീരിയലാണ്. ലൈനിങ് വേണ്ടി വരും. സിംഗിൾ ലെയർ ആയിട്ട് എടുക്കുമ്പോൾ ഇത്രയും കനമേ ഉള്ളൂ. അപ്പോൾ അത് ലൈനിങ് വേണം. സാരിക്കും അംബ്രല്ല ഫ്രോക്കിനുമൊക്കെ പറ്റും. ഇത് നേവി ബ്ലൂ കളർ സാരിക്ക് പെയറായിട്ടുള്ള ബ്ലൗസ് പീസാണ്. ഇതിൻ്റെ മീറ്റർ റേറ്റ് 120 രൂപ. കലങ്കാരി പ്രിൻ്റാണ്. വിഡ്ത്ത് 44 ഇഞ്ച്. ഇത് പ്യുവർ കോട്ടൺ ആണ്. ടോപ്പ് തയ്ക്കാനും പറ്റും. ചൂട് കാലമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പ് തയ്ക്കാനും പറ്റിയ മെറ്റീരിയൽ. ഇത് സെയിം ബ്ലൂ കളർ തന്നെയാണ് സാരിയുടെ മീറ്റർ റേറ്റ് 100 രൂപ. ബ്ലൗസ് പീസ് മീറ്റർ. അടുത്ത മെറ്റീരിയൽ ഒരു മെഹന്തി ഗ്രീനാണ്. ബ്ലൂമിങ് ജോർജറ്റാണ് മെറ്റീരിയൽ. 44 ഇഞ്ച് വീതിയുണ്ട്. സാരി, അംബ്രല്ല ഫ്രോക്ക് ഇതിനൊക്കെ പറ്റിയ അടിപൊളി മെറ്റീരിയലാണ്. ഇതിൻ്റെ ഒരു സിൽവർ ബ്ലൗസ് നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. നല്ല സൂപ്പറായിട്ടുള്ള മെറ്റീരിയലാണ്. മീറ്റർ റേറ്റ് 110 രൂപ. അടുത്തത് ഒരു ക്രഷ്ഡ് മെറ്റീരിയലാണ്. 44 ഇഞ്ചാണ് ഇതിൻ്റെ വീതി. സാരി വിഡ്ത്ത് തന്നെയാണ്. നല്ല ഒരു ഗ്രീൻ കളറാണ്. വീഡിയോയിൽ കാണുന്നതിനേക്കാൾ അല്പം കൂടി നല്ല കളറാണ്. മീറ്റർ റേറ്റ് 140 രൂപ. ഇതിൻ്റെ മറ്റൊരു കളർ ചേഞ്ച് കൂടി അവൈലബിൾ ആയി. ഇതാണ് അതിൻ്റെ അടുത്ത കളർ. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ്. സാരിക്കും ടോപ്പിനും ഒക്കെ പറ്റിയ കളറാണ്. സാരി വിഡ്ത്ത് തന്നെയാണ്. 44 ഇഞ്ച്. മീറ്റർ റേറ്റ് 140 രൂപ. അടുത്തത് ഒരു നൈറ്റിയാണ്. നൈറ്റിയുടെ കുറേ കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഇതൊരു മോഡലാണ്. ഇത് 44 സൈസ്, ലെങ്ത് 53-54 ഇഞ്ച് വരും. പല നെക്ക് മോഡൽസും ഉണ്ട്. ഇതിൻ്റെ റേറ്റ് 280 രൂപ. ഇനി നമുക്ക് മറ്റുള്ള നൈറ്റിയൊക്കെ കാണാം. ഇനി നമുക്ക് കുറച്ച് നൈറ്റി കളക്ഷൻ കാണാം.